നട്ടുച്ചയ്ക്ക് വെയിലിങ്ങനെ ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോൾ നല്ല തണുത്ത അടിപൊളി എന്തെങ്കിലും ഒരു സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ആയിരിക്കും അല്ലേ. ഇന്ന് ഉച്ചയ്ക്ക് എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ചോറ് തിന്നാനല്ല കേട്ടോ, ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ചോറ് തിന്നാനുള്ള ഒരു മൂഡില്ല കൈസ്. ഞാൻ സ്വിച്ച് ഒറ്റ സ്വരത്തി പറഞ്ഞു ഫലൂഡ ഫലൂഡ ഫലൂഡ. അങ്ങനെ നമ്മൾ അടുത്തുള്ള മാംഗോ ബേക്കേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ചേച്ചിമാരൊക്കെ നമ്മൾ ഭയങ്കര കമ്പനിയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കഴിക്കാറുണ്ട്. നല്ല ക്വാണ്ടിറ്റി തന്നെ ചേച്ചി തന്നത്. അതിൻ്റെ മുകളിൽ ഒരു ഐസ്ക്രീം ഇരിക്കുന്നുണ്ട്, എനിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കുത്തി കുത്തി എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായില്ല. അപ്പോൾ സ്വിച്ചേട്ടൻ പറഞ്ഞു ആ ഒരു ഐസ്ക്രീം ആ ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാൻ. അങ്ങനെ പിസ്ത ഐസ്ക്രീം എനിക്ക് വലിയ കാര്യത്തിന് ഇഷ്ടമല്ല. പിന്നെ എന്തിട്ടാ സ്ട്രോബെറി ഫ്ലേവർ ഈ ഒരു ഫലൂഡയിൽ ഇടണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാൽ ആ ചേച്ചി എന്തോ ഏറ്റവും അവസാനം കൊണ്ട് സ്ട്രോബെറി ഫ്ലേവർ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഏറ്റവും അവസാനം സ്ട്രോബെറി ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ ഇഷ്ടമില്ല. അങ്ങനെ ഐസ്ക്രീം മാറ്റി വെച്ചതിന് ശേഷം ആദ്യമായിട്ട് തുടക്കം കുറിച്ച് ഞാനാണ് കേട്ടോ. എനിക്കാണ് ആക്രാന്തം, എനിക്കാണ് ഒട്ടും ചൂട് സഹിക്കാൻ പറ്റാത്തിട്ട് എന്താണെന്നറിയില്ല. പിന്നെ എന്താണ് ഞാൻ ഓരോന്നായിട്ട് എടുത്ത് തിന്നാണ് കേട്ടോ. സുധിച്ചേട്ടൻ അവിടെ മറ്റേ ഒരു സംഭവം ബൾഗർ പോലത്തെ ഒരു സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് തിന്നാണ്. അതിനുശേഷം ഞാൻ കൊടുത്തുട്ടോ, ഞാൻ മാത്രമല്ല സുധിച്ചേട്ടൻ പിന്നെ ഈ ഒരു വീഡിയോസിൽ വരാനായിട്ട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനാണ് മൊത്തം കഴിക്കുന്നതായിട്ട് കാണുന്നത്. സുധിച്ചേട്ടനും കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ആ ഒരു ഫ്രൂട്ട്സും അതേപോലെ തന്നെ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ള ആ ഒരു സേമിയോൻ്റെ ആ ഒരു സംഭവം ഇടൂലേ, അതാണ് കേട്ടോ. ഈ ഒരു ഐസ്ക്രീമിൽ കലർന്ന ആ ഒരു സംഭവം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ എപ്പോഴും ഈ ഫലൂഡ വാങ്ങിക്കുന്ന ആൾക്കാരല്ല, കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ വലിയ കാര്യത്തിന് ഇതൊന്നും ഇഷ്ടമില്ല. പക്ഷേ ഈ ഒരു ചൂട് സമയത്ത് ഇതൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ചോറൊന്നും കഴിക്കാനായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ക്യാമറ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചൊക്കെ കുറേ നേരം ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്തിട്ടാണ് നമ്മളത് കുറേ നേരം ഇരുന്ന് വളരെയധികം പതുക്കെ നല്ല ആസ്വദിച്ചാണ് കേട്ടോ തിന്നത്. വേഗമൊന്നും തിന്നേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ എന്ത് ചെയ്തു, നല്ലോണം ആസ്വദിച്ച് നല്ല അടിപൊളിയായിട്ട് ഫുള്ളായിട്ട് തിന്ന് തീർത്തു കേട്ടോ. അപ്പോൾ അത്രയുള്ള അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.